യുഎഇയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ശമ്പളം മുടങ്ങിയവർക്കും താങ്ങായി രാജ്യത്തിന്റെ സാമ്പത്തിക സംരക്ഷണ പദ്ധതികൾ. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിനിടെ മാത്രം 83.2 കോടി ദിർഹമാണ് നഷ്ടപരിഹാരമായും ഇൻഷുറൻസ് ആനുകൂല്യമായും വിതരണം ചെയ്തത്. തൊഴിലുടമകളിൽ നിന്ന് ശമ്പളമോ സേവനാനന്തര ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത 44,000-ലേറെ പേർക്ക് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം വഴി 32 കോടിയിലധികം ദിർഹം ലഭ്യമാക്കി. ഇതുവഴി ഓരോ തൊഴിലാളിക്കും ശരാശരി 7,000 ദിർഹത്തിന്റെ സാമ്പത്തിക പിന്തുണ ലഭിച്ചു. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കഴിഞ്ഞ 2 വർഷത്തിനിടെ 51.2 കോടി ദിർഹവും അർഹരായവർക്ക് കൈമാറിയിട്ടുണ്ട്. തൊഴിലാളി അവകാശങ്ങൾ ഉറപ്പാക്കാൻ 17 ഭാഷകളിൽ മാർഗനിർദ്ദേശ ക്ലാസുകൾ പൂർത്തിയാക്കിയതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വേനൽക്കാല ഉച്ചവിശ്രമ നിയമവും താമസ സൗകര്യങ്ങളുടെ പരിശോധനയും കർശനമായി തുടരുകയാണ്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സഫർ മാസം 30 പൂർത്തിയാക്കി നബി ഉൽ അവൽ മാസം ഓഗസ്റ്റ് 14 ആരംഭിച്ചു. ഇതോടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബി ഉൽ അവൽ 12, അതായത് നബിദിനം ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ആചരിക്കും. കേരളത്തിലും ഇതേ ദിവസം തന്നെയാണ് നബിദിനം വരുന്നത്. യുഎഇ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മാസപ്പിറവി തീയതികൾ കേരളത്തോട് ഒത്തുപോകുന്നത്. ഇസ്ലാമിക കലണ്ടറിലെ 3ാമത്തെ മാസമായ റബി ഉൽ അവൽ പ്രവാചക സ്മരണകളാൽ സമ്പന്നമാണ്. നബിദിനത്തോടനുബന്ധിച്ച് പള്ളികളിലും മദ്രസകളിലും പ്രഭാഷണങ്ങൾ, മൗലിദ് ക്ലാസുകൾ, സന്ദേശയാത്രകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതു അവധിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അതത് ഭരണകൂടങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒന്നിച്ചു നേരിടാനും സാമ്പത്തിക വികസന രംഗങ്ങളിൽ പങ്കാളിത്തം വിപുലമാക്കാനും യുഎഇയും ബഹ്റൈനും ധാരണയായി. അബുദാബിയിൽ വെച്ച് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വേഗത്തിലാക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ബഹ്റൈന് യുഎഇ നൽകി വരുന്ന നിരന്തരമായ പിന്തുണയ്ക്ക് രാജാവ് ഹമദ് ബിൻ ഈസ നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെ പ്രമുഖ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. നാട്ടിൽ അവധിക്കെത്തിയ ദുബായിലെ മലയാളി പ്രവാസി എലിപ്പനി ബാധിച്ചു മരിച്ചു. ദുബായിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ സീനിയർ സെയിൽസ് സൂപ്പർവൈസറായിരുന്ന കണ്ണൂർ സ്വദേശി ടീജോ ജോർജാണ് ഓഗസ്റ്റ് 8 മരിച്ചത്. വയറിളക്കവും കടുത്ത ശരീരവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2 ദിവസത്തിനുള്ളിലായിരുന്നു മരണം. ലബോറട്ടറി പരിശോധനാ ഫലങ്ങളിലാണ് മരണകാരണം എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. 3 പതിറ്റാണ്ടോളമായി യുഎഇയിൽ ജോലി ചെയ്തു വന്നിരുന്ന ടീജോയുടെ വേർപാട് പ്രവാസി സമൂഹത്തിൽ വലിയ നടുക്കമുണ്ടാക്കി. ഈ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മഴക്കാല യാത്രകളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോഴും രോഗബാധയ്ക്കെതിരെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് യുഎഇയിലെ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ സുപ്രധാന കേന്ദ്രം ലക്ഷ്യമിട്ട് വലിയ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി സുരക്ഷാ ഏജൻസികൾ തകർത്തു. സംഭവത്തിൽ ദായിഷ് ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ള കുവൈറ്റ് പൗരനെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. കുവൈറ്റ് സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസ് നടത്തിയ ശക്തമായ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് ആക്രമണ പദ്ധതി വെളിച്ചത്ത് കൊണ്ടുവന്നത്. പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും നിർമ്മിക്കുന്നതിൽ ഇയാൾ പരിശീലനം നേടിയിരുന്നതായും ആക്രമണം നടത്താനായി സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ചതായും വ്യക്തമാക്കി. പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂഷൻ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന തലക്കെട്ടിൽ മന്ത്രാലയം പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. തീവ്രവാദ സംഘടനയായ IS-മായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ 2 കൗമാരക്കാരെ സുരക്ഷാ സേന അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. കുവൈറ്റിലെ ആരാധനാലയത്തിന് നേരെ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. സോഷ്യൽ മീഡിയയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും വഴി കുട്ടികളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംശയകരമായ അക്കൗണ്ടുകളെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നും കുട്ടികളുടെ ഡിജിറ്റൽ താൽപര്യങ്ങളെക്കുറിച്ച് അവരോട് തുറന്ന് സംസാരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാന്റെ വിണ്ണിൽ വാന നിരീക്ഷണ പ്രേമികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി പെർസീഡ് ഉൽക്കാവർഷം. ഒറ്റ രാത്രിയിൽ 332 ഉൽക്കകളാണ് ഒമാൻ ആസ്ട്രോണമി സൊസൈറ്റിയുടെ നിരീക്ഷണത്തിൽ തെളിഞ്ഞത്. ചന്ദ്രപ്രകാശമില്ലാത്ത അമാവാസി രാവും വ്യക്തമായ കാലാവസ്ഥയുമാണ് മനോഹരമായ ഈ കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. പ്രകാശ മലിനീകരണമില്ലാത്ത വിജനമായ സ്ഥലത്ത് നിന്ന് 7 അംഗ സംഘമാണ് നിരീക്ഷണം നടത്തിയത്. അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 4 മണി വരെയുള്ള സമയത്താണ് കൂടുതൽ ഉൽക്കകളും പ്രത്യക്ഷപ്പെട്ടത്. ഒടുവിലത്തെ മണിക്കൂറിൽ മാത്രം 100-ലധികം ഉൽക്കകൾ ആകാശത്ത് വരമ്പുകളിട്ടു. ഓണം, സ്വാതന്ത്ര്യദിന അവധികൾ പ്രമാണിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികൾക്ക് വിമാന കമ്പനികളുടെ നിർണായക ജാഗ്രതാ നിർദ്ദേശം. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നവർ എയർപോർട്ടിലേക്ക് തിരിക്കും മുമ്പ് വിമാന സർവീസുകളുടെ സമയക്രമം നിർബന്ധമായും പരിശോധിക്കണം. ഗൾഫ് മേഖലയിലെ ചില സർവീസ് വ്യതിയാനങ്ങളും വിമാനത്താവളങ്ങളിലെ കനത്ത തിരക്കുമാണ് ഇതിന് കാരണം. കൊച്ചി, തിരുവനന്തപുരം, ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങി പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ സാധാരണയേക്കാൾ നേരത്തെ എയർപോർട്ടിലെത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതും പരിശോധനകൾക്ക് അധിക സമയമെടുക്കാൻ ഇടയാക്കും.
ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാരും നോർക്ക റൂട്ട്സും നടപ്പിലാക്കുന്ന പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 18 വരെ നീട്ടി. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നോർക്ക പ്രവാസി ID കാർഡുള്ള ജീവനക്കാർക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബസമേതം പദ്ധതിയുടെ ഭാഗമാകാം. 5 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ്ലെസ് ചികിത്സാ സഹായവും നിലവിലുള്ള രോഗങ്ങൾക്ക് ആദ്യ ദിനം മുതൽ ഇൻഷുറൻസ് പരിരക്ഷയും ഇതിലൂടെ ലഭ്യമാകും. 70 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. കുടുംബത്തിന് പ്രതിവർഷം 5499 രൂപ മുതലാണ് പ്രീമിയം ആരംഭിക്കുന്നത്. കൂടാതെ അപകട മരണം സംഭവിച്ചാൽ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ 50,000 രൂപയും പൂർണ്ണ വൈകല്യത്തിന് 5 ലക്ഷം രൂപ വരെയുള്ള സഹായവും ലഭിക്കും. 1 വർഷത്തെ കാലാവധിയുള്ള ഈ പോളിസി എല്ലാ വർഷവും പുതുക്കാവുന്നതുമാണ്. എണ്ണ ഇതര സാമ്പത്തിക മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് പുതിയ 5 വർഷ തന്ത്രപ്രധാന രേഖ പുറത്തിറക്കി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി 2026 മുതൽ 2030 വരെയുള്ള കാലയളവിലേക്കുള്ള സമഗ്ര നിക്ഷേപ നയരേഖയാണ് ഭരണകൂടം അവതരിപ്പിച്ചത്. ടൂറിസം, ലോജിസ്റ്റിക്സ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, പുനരുപയോഗ ഊർജ്ജം, റിയൽ എസ്റ്റേറ്റ്, നിയോം പദ്ധതി എന്നിവ ഉൾപ്പെടുന്ന പ്രധാന മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിഷൻ പോർട്ട്ഫോളിയോ, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി തിരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. റിയാദ് എയർ, സൗദി എയർലൈൻസ്, STC തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ആഗോള ശേഷി കൂടുന്നതിനൊപ്പം വിദേശ നിക്ഷേപകർക്കും പ്രവാസികൾക്കും വലിയ തൊഴിൽ വ്യാപാര അവസരങ്ങളാണ് ഇതിലൂടെ തുറന്നു നൽകുന്നത്.